ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ സോങ് ഓഫ് എ ഡ്രീം എന്ന പാഠമാണ് എടുത്തത്. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആദ്യം ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ്. അതിലെ ചോദ്യം നമ്പർ 1, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് സരോജിനി നായിഡുസ് ഡ്രീം ഇൻ ദ പ്രസൻറ്റ് സെനാറിയോ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സരോജിനി നായിഡുവിൻ്റെ സ്വപ്നം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, അത് ചർച്ച ചെയ്യാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സരോജിനി നായിഡു കണ്ട സ്വപ്നം എത്രത്തോളം ഉണ്ടായിരുന്നു, എങ്ങനെ അതിന് നമുക്ക് ആൻസർ ചെയ്യാം. സരോജിനി നായിഡു ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്ന ആളാണ്. ഒരു മദർലാൻഡിനെയാണ് ഇവിടെ ഈ പോയത്തിലൂടെ സ്വന്തം മദർലാൻഡിനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. ആ മദർലാൻഡ് സ്ഥാപിക്കേണ്ടത് നോബൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ട്രൂത്ത്, ലവ് ആൻഡ് പീസ്, ഈ 3 ക്വാളിറ്റികളുടെ മേലിൽ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ മദർലാൻഡിനെ പടുത്തുയർത്തണമെന്ന് വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സും സോഷ്യൽ റിഫോമേഴ്സും അതുപോലെ കൾച്ചർ ലീഡേഴ്സൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും അവർ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളതൊക്കെ, അങ്ങനെ നേടിയെടുത്ത അവരുടെ ലക്ഷ്യം, അതുപോലെ അവരുടെ വലിയ ത്യാഗത്തിലൂടെ അവർ കൈവരിച്ചിട്ടുള്ള അവരുടെ ആ സ്വപ്നം, അവർ ഫൈറ്റ് ചെയ്ത് നിറവേറിയിട്ടുള്ള അവരുടെ വിഷൻ, ഇങ്ങനെ കുറേ പ്രയാസത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വലിയൊരു സ്വപ്നമാകുന്ന ഫ്രീഡം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വി ഹാവ് ഫോർഗോട്ടൺ ദം. അതൊക്കെ നമ്മൾ മറക്കുകയാണ്, അവയൊക്കെ നമ്മൾ മറക്കുകയാണ്. അവരുടെ ആ എഫേർട്ടും സാക്രിഫൈസും എല്ലാം നമ്മൾ മറക്കുന്നു. എന്നിട്ടോ നമ്മൾ പരസ്പരം റിലീജിയൻ്റെയും പൊളിറ്റിക്സിൻ്റെയും കാസ്റ്റ്, ക്രീഡ്, ഇതിൻ്റെയൊക്കെ പേരിൽ പരസ്പരം വേർപിരിയുകയും സംഘട്ടനം ഉണ്ടാക്കുകയും അക്രമങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് ഓരോ ദിവസവും നമ്മൾ അനുദിനം പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മൾ കാഴ്ചക്കാരായിക്കൊണ്ടിരിക്കുന്ന പല ഫൈറ്റുകളും അതുപോലെ വയലൻസും ഒക്കെ നമുക്കിടയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ പത്രത്തിലൂടെ കാണുന്നു കൊലപാതകങ്ങളും മറ്റുമായി. എല്ലാം റിലീജിയൻ്റെ പേരിലും കാസ്റ്റിൻ്റെ പേരിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന സരോജിനി നായിഡുവിൻ്റെ പോയത്തിന്, ഈ പോയം നമുക്ക് വലിയൊരു ഇൻസ്പിരേഷനാണ്. എന്തിനുള്ള? പരസ്പരം ഒന്നിക്കാനും ഒരു നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ഇൻസ്പിരേഷണൽ പോയമാണ് സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗത്തിനും ഏതെങ്കിലും അവർ നിലകൊണ്ടിട്ടുള്ള വലിയൊരു മൂല്യത്തിന് വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ കാണിക്കുന്ന വലിയൊരു പോയം. ഈ പോയത്തിൻ്റെ മെയിൻ തീം നമ്മുടെ മദർലാൻഡ് സ്ഥാപിക്കേണ്ടത്, നിർമ്മിക്കേണ്ടത് നോബൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ട്രൂത്ത്, ലവ്, പീസ്, ഈ 3 ക്വാളിറ്റികളുടെ മേലിലാണ് സ്ഥാപിക്കേണ്ടത് എന്ന വലിയൊരു സ്വപ്നത്തെയാണ് നമ്മുടെ കവി ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ ഇതിന് നമുക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആക്ടിവിറ്റി 1, റീഡ് ദ പോയം അഗെയിൻ. ഈ പോയം ഒന്നും കൂടി വായിക്കുക. ആൻഡ് പിക്ക് ഔട്ട് nouns and verbs and write them in the circles.
ആഡ് എ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഈച്ച്. ഇവിടെ നിങ്ങൾക്ക് സർക്കിൾ നൽകിയിരിക്കുന്നു. ആ സർക്കിളിൽ പോയത്തിൽ നിന്നുള്ള വാക്കുകൾ എഴുതുക. നൗണോ വെർബോ ഒക്കെ എടുത്ത് എഴുതുക. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു വേർഡ്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി. ഈ സ്ട്രീം എന്നുള്ള അരുവി എന്ന് പറയുന്ന ഈ പദം അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഒരു പദം ക്ലിയർ എന്നുള്ളൊരു പദം, നല്ല തെളിഞ്ഞ അരുവി. ഓക്കെ, ഈ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു വാക്കുകൾ, പുതിയ വാക്കുകൾ എഴുതിയിട്ട്, അപ്പോൾ നൗണാണെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവ് ആകും, വേർബാണെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അഡ്വേർബ് ആകും. ഇങ്ങനെ വിശേഷണം കുറിച്ചിട്ടുള്ള വിശേഷണം ഇതാ വേർഡും എഴുതുക. വേർഡ് എഴുതേണ്ടത് സർക്കിളിലാണ്, വിശേഷണം അപ്പുറത്ത് എഴുതുക. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വുഡ് എന്നുള്ളതിന് പോയത്തിൽ തന്നെ ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്, മാജിക്കൽ വുഡ്. അതുപോലെ മറ്റൊന്നാണ് സ്റ്റാർ, നക്ഷത്രങ്ങൾ, ക്ലോവിങ് സ്റ്റാർ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ബേർഡ്സ്, സിംഗിങ് ബേർഡ്സ്, പാടുന്ന പക്ഷികൾ. ഇനി വെർബ് ഗ്യാദർ, റൗണ്ട്, അതിനെ വിശേഷിപ്പിക്കാൻ റൗണ്ട് അഡ്വേർബാണ്. പിന്നെ ബെൻഡ് വിശേഷിപ്പിക്കാൻ ലോ, അത് അഡ്വേർബാണ്. ലോ എന്നുള്ളത് ബെൻഡ് വെർബാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ക്ലീൻ ബ്രൈറ്റ്ലി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. ഇനി now let's write sentence about the words in the circle or about any person you like following this pattern. സിംഗൻ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ ശൈലിയാണ്. നമ്മൾ ഹൈക്കു ഒക്കെ പോലെ പോയത്തിൻ്റെ ഒരു ശൈലിയാണ്. അതെങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ രൂപം ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ ഒന്നാമത്തത് എ നൗൺ. അപ്പോൾ നമ്മൾ 5 വരിയുള്ള ഒരു പോയമാണ് സിംക്വൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വരിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു നൗണാണ് ഉൾപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ വരിയിൽ ഒരു നൗൺ എഴുതുക. 2 വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ നൗൺ. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 വേർഡ്സുകൾ എഴുതുക. മൂന്നാമത്തത് 3 വേർഡ്സ് ഷോയിങ് വാട്ട് ദ നൗൺ ഡസ്. അത് മൂന്നാമത് എഴുതാനുള്ളത്. നാലാമത് എ ഷോർട്ട് ഫ്രേസ് അബൌട്ട് ദ നൗൺ. നൗണിനെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഫ്രേസുകൾ എഴുതാം നൗണിനെ കുറിച്ചിട്ട്. അഞ്ചാമത്തത് അനദർ വേർഡ് സിനോണിമസ് വിത്ത് ദ നൗൺ. ആ നൗണിൻ്റെ സിനോണിം എന്ന് പറയുമ്പോൾ പര്യായ പദം, ആ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഉൾപ്പെടുത്താൻ. ഈ രൂപത്തിലാണ് നമ്മൾ പോയം എഴുതേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഉദാഹരണം, ആ ഉദാഹരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ആ പോയത്തെക്കുറിച്ചുള്ള ഒരു തന്നിട്ടുണ്ട്. സിംഗൻ എ ഷോർട്ട് പോയം ഓഫ് 5 ലൈൻസ് വിത്ത് ദ ഫോളോവിങ് പാറ്റേൺ. താഴെ നൽകിയിരിക്കുന്ന പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. അതിൽ ലൈൻ 1, ഒന്നാമത്തെ വരിയിൽ വേർഡ് അല്ലെങ്കിൽ നൗൺ. 2 അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. മൂന്നാമത്തത് ആക്ഷൻ. 4 സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ സബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. 5th ലൈൻസ് ദ സബ്ജക്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ അതർ വേർഡ്സ്. മറ്റു വേർഡ് കൊണ്ട് ഈ മാറ്റർ തന്നെ പ്രകടിപ്പിക്കുന്ന മറ്റൊരു വേർഡ്. ഈ പോയത്തിൻ്റെ പാറ്റേൺ ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ അഡ്ലൈഡ് ക്രാപ്സി എന്ന് പറയുന്ന ആളാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ടേക്കിൻ ഇൻസ്പിറേഷൻ ഫ്രം ജപ്പാനീസ് ഹൈക്കു കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ശൈലി ഉണ്ടാക്കിയത്. ഷോർട്ട് പോയം ഓഫ് 3 ലൈൻസ് 17 സിലബിൾസ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ഷോർട്ട് പോയാണ്, 3 വരി ഉണ്ടാവുള്ളൂ, 17 സിലബിൾസുകൾ ഉണ്ടാകും. ഇനി താങ്ക എന്ന് പറയുന്ന പോയത്തിൻ്റെ മറ്റൊരു ശൈലിയിലുള്ള ഹൈക്കു പോലത്തെ മറ്റൊന്നാണ് താങ്ക. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് പോയം ഓഫ് 5 ലൈൻസ് ആൻഡ് 31 സിലബിൾസ്. അപ്പോൾ ഈ ഒരു ശൈലിയിലാണ് നിങ്ങൾ നമ്മുടെ ഈ പോയം
തയ്യാറാക്കേണ്ടത്. ഈ ഒരു ശൈലിയിലാണ് പോയം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ വരിയിലും കൊടുക്കേണ്ട മാറ്ററുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. അത് നോക്കിയിട്ട് ആ ഒരു രൂപത്തിലാണ് പോയം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഫ്രണ്ട് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ളൊരു കഥ, ഒരു സിങ്ക്വൻസ് ആണ്. അതിൽ ഫ്രണ്ട്, അതിൻ്റെ മറ്റ് 2 പദങ്ങൾ സ്വീറ്റ്, ട്രൂത്ത്ഫുൾ, പിന്നെ ഹെൽപ്പിംഗ്, കെയറിങ്, ഗൈഡിങ്, ഓൾവേസ് ലൈക്ക് എ ഷെയ്ഡ് വിത്ത് അസ്, എപ്പോഴും നമ്മുടെ ഒരു ഷെയ്ഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാ സമയത്തും നമുക്കുള്ള പരിചരണവും എല്ലാം നൽകുന്നു. പിന്നെ ഫ്രണ്ടിൻ്റെ മറ്റൊന്നാണ് ലവ്, ആ ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന, സബ്ജക്റ്റ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു വേർഡ് സ്നേഹം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാർ, നക്ഷത്രത്തെക്കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ്, സെക്കൻഡ് ലൈൻ. തേർഡ് ലൈൻ ടിങ്ക്ലിങ്, ഗ്ലോവിങ്, ഗൈഡിങ്, സ്റ്റാർ അല്ലേ വെട്ടിത്തിളങ്ങും അല്ലേ. മേക്ക് അസ് പീസ്ഫുൾ അറ്റ് നൈറ്റ്, 4ാമത്തെ വരിയിൽ സ്റ്റാർ, 5ാമത്തെ വരിയിൽ നമുക്ക് ലൈറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഇതാണ്, മുകളിൽ നൽകിയിരിക്കുന്ന ഏതെങ്കിലും സ്റ്റാറോ സ്ട്രീമോ അതിനെക്കുറിച്ചൊക്കെ ഒരു കവിത, സിങ്ക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 2, ഐഡൻറ്റിഫൈ ദ കീ മൊമെൻറ്റ് ഇൻ ദ പോയം. ഈ പോയത്തിലെ പ്രധാന മൊമെൻറ്റുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ദ പോയറ്റ് ഡ്രീം ഓഫ് ബീയിങ് ഇൻ എ മാജിക്കൽ വുഡ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. പോയറ്റ് ഒരു മാജിക്കൽ വുഡിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ അതിനെ സ്വപ്നം കാണുകയാണ്. ഒരു മാജിക്കൽ വുഡ് സ്വപ്നം കാണുകയാണ്. നിങ്ങൾ ഇതുപോലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റുകളെ പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വിച്ച് ഓഫ് ദം അപ്പീൽസ് ടു യു മോസ്റ്റ്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പീൽ ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നും കൂടി അവിടെ ചേർക്കുക. ഇനി നെക്സ്റ്റ്, റീഡ് ദ എക്സ്പ്രഷൻ മാജിക്കൽ വുഡ്. മാജിക്കൽ വുഡ് എന്ന് വായിച്ചപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ, വാട്ട് പിക്ചർ കംസ് ടു യുവർ മൈൻഡ്, എന്ത് ഇമേജാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പിക്ചർ, ചർച്ച ചെയ്യുക, എന്നിട്ട് ആ പിക്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഡ്രോ ദ പിക്ചർ ഇൻ യുവർ ഓൺ വേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രൂപത്തിൽ ആ പിക്ചർ വരയ്ക്കുക. ദ പോയറ്റ് ഈസ് ഗിവിങ് എ ക്ലിയർ പിക്ചർ ഓഫ് എ മാജിക്കൽ വുഡ് യൂസിങ് വേർഡ്സ്. ഇവിടെ നമുക്ക് പോയറ്റ് വേർഡ്സുകൾ, വാക്യങ്ങൾ ഉപയോഗിച്ച്, പദങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ചിത്രം പോയറ്റ് കവിതയിലൂടെ നൽകിയിരിക്കുന്നു. ആ മാജിക്കൽ വുഡിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്കിടെ മനസ്സിൽ നല്ലൊരു ഇമേജ് പോയറ്റ് നൽകിയിട്ടുണ്ട്. സച്ച് വേർഡ് പിക്ചേഴ്സ് ആർ കോൾഡ് ഇമേജറി. ഇത്തരത്തിലുള്ള പിക്ചറുകൾക്കാണ് ഇമേജറി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പോയത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നൽകും, നല്ല പദങ്ങൾ കൊടുത്തിട്ട് നല്ല കാഴ്ചകൾ നമുക്കിങ്ങനെ വിവരിച്ച് തരും. ചില കവിതകളൊക്കെ വായിക്കുമ്പോൾ, ഹിമാലയത്തെക്കുറിച്ചൊക്കെ കവിത ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഹിമാലയത്തിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ചില കാടിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആ കാടിൻ്റെ ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ രൂപത്തിൽ അവർ വരച്ച് ചേർക്കും. അതിനാണ് ഇമേജറി എന്ന് പറയുന്നത്. ഒരു പദം വായിച്ചിട്ട് ആ പദം നമ്മുടെ മനസ്സിൽ വരുന്നതിന്, ഇമേജായിട്ട് വരുന്നതിന്. അപ്പം അതിൻ്റെ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നു. ഇമേജറി, ലാംഗ്വേജ് ദാറ്റ് മേക്ക് പീപ്പിൾ ഇമാജിൻ പിക്ചർ ഇൻ ദെയർ മൈൻഡ്സ്. ദേ അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സൈറ്റ്, സൗണ്ട്, ടേസ്റ്റ്, ടച്ച് ആൻഡ് സ്മെൽ ആൻഡ് ഹെൽപ്പ് അസ് ഫോം എ മെൻ്റൽ പിക്ചർ. ഒരു മെൻ്റൽ പിക്ചർ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ പോയറ്റിക് കവിതയിലൂടെ ആ മാജിക്കൽ വുഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? നല്ല ബ്യൂട്ടിഫുള്ളായ, കളർഫുള്ളായിട്ടുള്ള ബ്ലൂംഡ് പോപ്പി, അതുപോലെ ആ മാജിക്കൽ വുഡിൽ നല്ല പീസ്ഫുൾ സൗണ്ട്, പ്ലീസൻറ്റ് സൈറ്റ്സുകളുണ്ട്, നല്ല സുന്ദരമായ കാഴ്ചകൾ, സമാധാനപൂർവ്വമുള്ള ശബ്ദങ്ങൾ, പിന്നെ അവിടെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ,
സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, പാട്ടുപാടുന്ന പക്ഷികൾ, സത്യത്തിൻ്റെ സ്പിരിറ്റായിട്ട് പാട്ടുപാടുന്ന പക്ഷികൾ, അങ്ങനെ നല്ല സമാധാനത്തിൻ്റെ അടയാളമായിട്ട് ഒഴുകുന്ന അരുവികൾ, ഇതൊക്കെ നമുക്ക് നൽകുന്ന ഇമേജറികളാണ് ആ പോയത്തിലൂടെ. ഇനി പിക്ക് ഔട്ട് ദ ഇമേജസ് ഓഫ് സൈറ്റ് വിഷ്വൽ ഫ്രം ദ പോയം. ഈ പോയത്തിലുള്ള വിഷ്വൽ ഇമേജുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ സാധാരണ പോയത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്, പല രൂപത്തിലും വരും. വിഷ്വൽ ഇമേജുകൾ ഉണ്ടാകും, ഓഡിറ്ററി ഇമേജ് ഉണ്ടാകും, അതുപോലെ ഗസ്റ്റേറ്ററി ഇമേജ് ഉണ്ടാകും, ടാക്റ്റിലെ ഇമേജ് ഉണ്ടാകും, പിന്നെ ഓൾഫാക്ടറി ഇമേജസുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഒന്നാമത്തെ, ദ വേർഡ് പിക്ചേഴ്സ് ദാറ്റ് അപ്പീൽ ടു അവർ സൈറ്റ് ആർ വിഷ്വൽ ഇമേജ്. നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈറ്റിലേക്കാണ് അത് പോകുന്നത്. ഒരു പിക്ചർ കാണിക്കുന്നു, അത് സൈറ്റാണ്, നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്, അതിനെക്കുറിച്ചാണ് വിഷ്വൽ ഇമേജ്. പിന്നെ നമ്മൾ കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുക. തീവണ്ടിയുടെ ശബ്ദം, പക്ഷിയുടെ പാട്ട്, ഇതൊക്കെ ഓഡിറ്ററി ഇമേജാണ്. അടുത്ത നമ്മുടെ സെൻസ്, ടേസ്റ്റ്, അത് ഗസ്റ്റേറ്ററി ഇമേജാണ്. നല്ല മധുരമുള്ള മാമ്പഴം കഴിക്കുന്നതിൻ്റെ ഫീലിംഗ് പറയുമ്പോൾ അത് നമുക്ക് കിട്ടും, ടേസ്റ്റ്. അടുത്തത് ടച്ച് എന്നുള്ളത് നമ്മൾ നല്ല തണുപ്പ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ടച്ച് അനുഭവപ്പെടും, അല്ലെങ്കിൽ മൃദുലമായ സ്ഥലത്തൊക്കെ തൊടുമ്പോൾ, നടക്കുമ്പോൾ അതൊക്കെ നമുക്ക് ടച്ച് അനുഭവപ്പെടും. അഞ്ചാമത്തത് സ്മെല്ല്, നല്ല സുഗന്ധമുള്ള റോസ് ചെടിയെക്കുറിച്ച് പറയുമ്പോൾ, പനനീർ പൂക്കളെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെയാണ് സ്മെല്ലിൻ്റെത് വരിക. അപ്പം ഓരോ പോയത്തിലും ഓരോന്ന് വിഷ്വലായിട്ടുള്ള നമുക്ക് മനസ്സിലേക്ക് വരുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നോട്ട് എഴുതി വെക്കുക ഓരോ കാര്യങ്ങളും. ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇവിടെ പിക്ക് ഔട്ട് ദ ഇമേജസ് ഓഫ് സൈറ്റ് വിഷ്വൽ ഫ്രം ദ പോയം. വിഷ്വൽ ഇമേജുകൾ ഏതൊക്കെ എന്നുള്ളത് എടുത്തിട്ട് പോയത്തിൽ വന്നിട്ടുള്ള വിഷ്വൽ ഇമേജുകൾ ഏതൊക്കെയെന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തിയിട്ട് വിഷ്വൽ ഇമേജുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി ബാക്കി ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.